ആ സമാധാനപരമായി നടത്തിയ സമരത്തെയാണ് പോലീസ് ഈ രൂപത്തിൽ അത് കൈകാര്യം ചെയ്തത്. എന്താണ്, ആരാണ് അധികാരം കൊടുത്തത്? പോലീസിന് ആരാണ് അധികാരം കൊടുത്തത്? ഒരു കൂട്ടം നിയമ വിദ്യാർത്ഥികളെയാണ് ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. ഒരു കൂട്ടം നിയമ വിദ്യാർത്ഥികൾ, പെൺകുട്ടികളടക്കമുണ്ട്. പെൺകുട്ടികളെ സ്വാഭാവികമായിട്ടും പ്രതിഷേധത്തിന്റെ ഭാഗമായി പോലീസ് അറസ്റ്റ് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും വനിതാ പോലീസുകളില്ല. പെൺകുട്ടികളെ അറസ്റ്റ് ചെയ്ത് പുരുഷ പോലീസുകാരാണ്. അതെങ്ങനെ അംഗീകരിക്കാൻ വേണ്ടി പറ്റും? അത് അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് SFI കേന്ദ്രീകരിച്ചുള്ള അല്ലെങ്കിൽ SFI പ്രവർത്തകരെ തിരഞ്ഞുപിടിച്ചുകൊണ്ട് പോലീസിന്റെ ഈ രൂപത്തിലുള്ള അക്രമങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി തയ്യാറാവണം. തിരുവനന്തപുരം ജില്ലയിലെ SFI എന്താണെന്ന് കേരള പോലീസ് ഇന്ന് അറിയും. അത്രയേ ഉള്ളൂ. ഞങ്ങൾ ഒരു അക്രമസക്തമായിട്ട് ഒരു കാര്യം പോലും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഇവിടെ ഒരു കാര്യം ചെയ്തിട്ടില്ല. ഉള്ള പെൺകുട്ടികൾ ഉൾപ്പെടെ ഈ കുട്ടി ഉൾപ്പെടെയുള്ള വയ്യായ്മയുള്ള കുട്ടികളെയാണ് അവർ വലിച്ചഴച്ചത്. അവിടെ അവരാണ് വയ്യാത്ത കുട്ടികൾ ഉൾപ്പെടെ കയ്യിൽ പിടിച്ച് അങ്ങനെ കോളറിൽ പിടിച്ചിട്ടാണ് വലിക്കുന്നത്. സ്ത്രീ പോലീസ് ഉദ്യോഗസ്ഥർ കുട്ടികൾ ഉൾപ്പെടെ കോളറിൽ പിടിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ വലിച്ചത്. പുരുഷ പോലീസുകാരാണ് ഇവിടെ വെച്ചിട്ട് പിടിച്ചു വലിച്ചത്. ഇവിടെയൊക്കെ പിടിച്ചിട്ടാണ് വലിച്ചിരുന്നത്. സമാധാനപരമായി സമരമെടുത്ത് പോയിരുന്നു. ഒരു തരത്തിലുള്ള അക്രമം ചെയ്തിട്ടില്ല. ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്യുന്നത്? ഞങ്ങൾ എഴുതുന്ന പരീക്ഷയ്ക്ക് ഞങ്ങൾക്ക് മര്യാദയ്ക്ക് മാർഗിടാനാണ് ഞങ്ങൾ പറയുന്നത്. എന്തോ വനിതാ പോലീസും പുരുഷന്മാരായിട്ടുള്ള പോലീസും ഉൾപ്പെടെയാണ് ഞങ്ങൾ വലിച്ചഴിച്ചത്. ഞങ്ങൾ എഴുതുന്ന പരീക്ഷയ്ക്ക് മാർഗിടാനുള്ള ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. ഞങ്ങൾ കഷ്ടപ്പെട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു കുട്ടിക്ക് 15 മാർക്കാണ് റീവാലുവേഷൻ കഴിഞ്ഞിട്ട് കയറിയത്. അവള് അതിന് സപ്ലിമെന്ററി എക്സാമിന് ഫീസ് അടച്ചതിന് ശേഷം റീവാലുവേഷൻ റിസൾട്ട് പുറത്തു വിട്ടേക്കുന്നു. സപ്ലിമെന്ററി എക്സാമിന് ഫീസ് അടച്ചതിന് ശേഷം റീവാലുവേഷൻ റിസൾട്ട് പുറത്തു വിട്ടു. അപ്പൊ റീവാലുവേഷൻ അടച്ച ഫീസും സപ്ലിമെന്ററിക്ക് അടച്ച ഫീസും പോയി. ഒരു പേപ്പറിന് ഞങ്ങൾ അടയ്ക്കേണ്ടത് 890 രൂപയാണ്. 4 പേപ്പറായ 4000 രൂപയോളം ഞങ്ങൾക്ക് അടയ്ക്കണ്ടേ. ഇത് ചോദിക്കുന്നതിനാണ് അവർ ഞങ്ങളെ തടയുന്നത്. മിണ്ടാതെ അവിടെ ഇരുന്നാണ് രജിസ്ട്രാറിനെ കണ്ട് ഞങ്ങൾ ഒരു പേപ്പർ ഉൾപ്പെടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കൊടുത്ത് ഇതൊക്കെയാണ് ഞങ്ങളുടെ അവകാശം.